أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. فمن تاب وعمل صالحا فإنه يتوب إلى الله متابا. الله العظيم. സൂറ അൽ ഫുർഖാൻ 70-71. ഇല്ലാ മൻ താബ, മടങ്ങിയവനൊഴികെ അഥവാ പശ്ചാത്തപിച്ചവനൊഴികെ, വ ആമന, അവൻ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു, വ അമില, അവൻ പ്രവർത്തിക്കുകയും ചെയ്തു, അമില അമലൻ സാലിഹ, നല്ല പ്രവൃത്തി. ഫഉലായിക, അപ്പോൾ അക്കൂട്ടർ, യുബദ്ദിലുല്ലാഹു, അല്ലാഹു മാറ്റും, സയ്യിആത്തിഹിം, അവരുടെ തിന്മകളെ, ഹസനാത്തിൻ, നന്മകളായി. വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമത്രേ. വമൻ താബ, ആര് പശ്ചാത്തപിച്ചുവോ, വഅമില സാലിഹൻ, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തുവോ, ഫഇന്നഹു, തീർച്ചയായും അവൻ, അപ്പോൾ നിശ്ചയമായും അവൻ, യതൂബു, മടങ്ങുന്നു, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, മത്താബ, മടങ്ങേണ്ട വിധം, അല്ലെങ്കിൽ ഒരു മടങ്ങൽ, ശരിയായ മടങ്ങൽ എന്നുദ്ദേശ്യം. ഇല്ല എന്നത് ഇസ്തിസ്നാ അഥവാ എക്സ്ക്ലൂഷൻ ആണല്ലോ. മുകളിൽ പറഞ്ഞതിൽ നിന്ന് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ശിക്ഷ ഇരട്ടിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഒഴിവായതാരാണ്? മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ. 3 കാര്യങ്ങൾ ചെയ്യണം. ശിർക്ക്, യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അതുപോലെ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, പിന്നെ വലാ യസ്നൂൻ. 3 പ്രശ്നമാണല്ലോ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ മടങ്ങണം, അഥവാ ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങണം. ആ മടങ്ങിയത് സ്വീകരിക്കണമെങ്കിൽ ഉള്ള 2 കണ്ടീഷനുകളാണ് പിന്നെ പറയുന്നത്. തിന്മയിൽ ഖേദമുണ്ടായാൽ പോരാ, പിന്നെ ആ പശ്ചാത്താപം സ്വീകാര്യമാകണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനല്ലാതെ പശ്ചാത്താപിച്ചത് കൊണ്ട് സ്വീകാര്യമല്ല. പശ്ചാത്താപം എന്നോ കുമ്പസാരം എന്നോ ഒക്കെ പേര് പറഞ്ഞാലും അതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. പിന്നെ വിശ്വസിച്ചാൽ മാത്രം പോരാ, വഅമില അമലൻ സാലിഹ, നല്ലതായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യണം. അഥവാ ഉത്തരവാദിത്തങ്ങൾ, നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ, അതുപോലെ നിർബന്ധ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ തുടങ്ങി ജീവിതം മൊത്തം നന്നാക്കണം എന്നർത്ഥം. അതാണ് അമലു സാലിഹാത്ത്. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അമലും സാലിഹായി ചെയ്യലാണ് അമലു സാലിഹാത്ത്. ഇവിടെ അമില അമലൻ സാലിഹൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ പറയാറുള്ളത് അമില സാലിഹൻ എന്നാണ്, അല്ലെങ്കിൽ അമലു സാലിഹാത്തി, ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെ ഒരു അമലൻ എന്ന് അധികം കാണുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അത് അധികമല്ല. ഇതാണ് ഒറിജിനൽ. എവിടെയൊക്കെ അമില സാലിഹൻ എന്ന് പറഞ്ഞാലും അർത്ഥം അമില അമലൻ സാലിഹൻ എന്നാണ്. ഇവിടെ അത് കളയാതെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ് പ്രത്യേകത. ബാക്കിയുള്ളിടത്തൊക്കെ അത് വാചക സൗന്ദര്യത്തിന് വേണ്ടി കളഞ്ഞപ്പോൾ ഇവിടെ വാചക സൗന്ദര്യത്തിന് വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു, അമില അമലൻ സാലിഹൻ എന്നത്. ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, അവർ അക്കൂട്ടർക്ക് അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്നതിന് 2 വിശദീകരണങ്ങൾ ഇമാം ഇബ്നു കസീറും ഒക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അതിലൊന്ന്, അവരുടെ ഇതുവരെ അവർ ദുഷ്ടന്മാരായിരുന്നു, ആ സ്ഥാനത്തൊക്കെ ഇനി അവരുടെ ജീവിതത്തിൽ
നന്മകൾ ഉണ്ടായി വരും. അഥവാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആള് ആ സ്ഥാനത്ത് ഇനി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലും തഖ്വയിലുമൊക്കെയാണ് കഴിഞ്ഞുകൂടുക. മറ്റേ ശിർക്ക് പരമായ ആരാധനകളൊക്കെ അയാൾ ഉപേക്ഷിച്ചു. ആ വിഗ്രഹത്തോട് കാണിച്ചിരുന്ന ഭക്തി അള്ളാഹുവിനോടാണ് കാണിക്കുക. സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്തുണ്ട്, കദിക്കിരിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. മിനായിലും മുസ്ദലിഫയിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർത്തിരുന്നത് പോലെ അള്ളാഹുവിനെ ഓർക്കുക എന്ന്. അപ്പൊ പിതാക്കന്മാരുടെ വീമ്പ് പറയലായിരുന്നു ഹജ്ജിലെ അവരുടെ കാര്യമായൊരു പണി. അതിന്റെ സ്ഥാനത്ത് അള്ളാഹുവിനെ ഓർക്കലായി പരിപാടി. അങ്ങനെ അവരുടെ ആ തിന്മ നന്മയായിട്ട് മാറി. ഉദാഹരണം എന്നതുപോലെ ആ തെറ്റായ ആരാധനയിൽ മുഴുകിയിരുന്നയാൾ ശരിയായ ആ സ്ഥാനത്തൊക്കെ അയാൾ ശരിയായ ആരാധന ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മനുഷ്യനെ കൊന്നയാൾ മനുഷ്യന് സേവനം ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന് സേവനം ചെയ്യുന്നവനായിട്ട് മാറി മോമിനായപ്പോൾ, പശ്ചാത്തപിച്ച് മോമിനായപ്പോൾ. അതുപോലെ വലാ യസ്നൂൻ, വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. വ്യഭിചാരത്തിന്റെ സ്ഥാനത്ത് അയാൾ വിവാഹം കഴിച്ച് മാന്യമായി കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. അങ്ങനെ തിന്മകളുടെ സ്ഥാനത്തൊക്കെ നന്മകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല, ഏത് കാര്യത്തിലും നേരത്തെ ആള് കള്ളം പറയുമായിരുന്നു, ഇപ്പൊ അയാൾ പറഞ്ഞാൽ സത്യമാണ് എന്ന് ബാക്കിയുള്ളവർക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ തിന്മകളെയൊക്കെ നന്മകളായി മാറ്റും എന്നാണ് അതിന്റെ ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒന്ന്, മുമ്പ് കഴിഞ്ഞ തിന്മകളെയൊക്കെ തന്നെ അള്ളാഹു നന്മകളായി രേഖപ്പെടുത്തും എന്നാണ്. അഥവാ ഇയാളുടെ പശ്ചാത്താപം ആണ് പിന്നെ അവിടെ രേഖപ്പെടുത്തുക. ആ സ്ഥാനത്ത് ഒക്കെ ഇയാളുടെ രേഖയിൽ ഉണ്ടാകുക. വ്യഭിചരിച്ചവൻ എന്നല്ല, വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്തവൻ എന്നാണ്. കൊലപാതകം നടത്തിയവൻ എന്നല്ല, കൊലപാതകിയായിട്ടും പശ്ചാത്തപിച്ച് മടങ്ങിയവൻ എന്നാണ്. ശിർക്ക് ചെയ്തവൻ എന്നല്ല, ശിർക്ക് ഉപേക്ഷിച്ച് തൗഹീദിലേക്ക് മടങ്ങിയവൻ എന്നാണ് പിന്നെ അവിടെ രേഖയിൽ ഉണ്ടാകുക. അതാണ് യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ വിശദീകരണം. ഇത് രണ്ടും ഉള്ളതാണ്. ആയത്ത് കൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് രണ്ട് വ്യാഖ്യാനമുള്ളത്. രണ്ടും സംഭവമാണല്ലോ. പശ്ചാത്തപിച്ച് മടങ്ങിയ ആളുടെ ജീവിതം നന്നാകുകയാണ് ചെയ്യുക. അയാൾ പഴയതിന്റെ സ്ഥാനത്തൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുക. അതുപോലെ തന്നെ അയാൾക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കുകയും അതൊക്കെ പശ്ചാത്തപിച്ചവനാണ് എന്ന പ്രതിഫലം അയാൾക്ക് കിട്ടുകയുമാണല്ലോ ചെയ്യുക. അതുകൊണ്ട് രണ്ടും ഉള്ളതാണ്. കാനല്ലാഹു ഗഫൂറർ റഹീമ. അങ്ങനെയൊക്കെ കൊടുക്കാൻ കാരണം എന്താണ്? അള്ളാഹു ധാരാളം പൊറുക്കുന്നവനും ധാരാളം കരുണ കാണിക്കുന്നവനുമാണ്. അഥവാ ഒരിക്കലും പൊറുക്കുകയില്ല, വിടൂല, പശ്ചാത്തപിച്ചാലും സ്വീകരിക്കുകയില്ല എന്ന നിലപാടുമായിട്ടല്ല അള്ളാഹു ഉള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, രാവിൽ അള്ളാഹു തആല കൈനീട്ടിയിരിക്കും പകലിലെ പാപിയുടെ പശ്ചാത്താപവും കാത്ത്. അതുപോലെ പകലിൽ അള്ളാഹു കൈനീട്ടിയിരിക്കും രാവിലെ പാപിയുടെ പശ്ചാത്താപവും കാത്ത്. ഇങ്ങനെ ഒരുപാടുണ്ട്. ഭൂമിയോളം പാപവുമായിട്ട് അടിമ എന്നെ സമീപിച്ചാൽ അത്ര തന്നെ പശ്ചാത്താപവുമായിട്ട് ഞാൻ അവനെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞത് ഖുദ്സിയായ ഹദീസിലും കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഗഫൂറാണ്. അടിമ തിരുത്തിയാൽ പിന്നെ അവനെ പഴയത് പറഞ്ഞ് ശിക്ഷിച്ചോളണമെന്ന് അള്ളാഹ്ക്കൊരാവശ്യവുമില്ല. റഹീമ, കാരുണ്യമാണ്. അഥവാ വെറുപ്പല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഉമ്മ കുഞ്ഞിനോട് കാണിക്കണ സ്നേഹത്തിന്റെ പേരാണല്ലോ റഹ്മത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും കാരുണ്യം കൂട്ടിയതിന്റെ 100 ഇരട്ടി, 100 ഉള്ളവനാണ് അള്ളാഹു എന്നാണ് റഹീം റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അതാണ് ഉമ്മ കുഞ്ഞിനെ സോറി പറഞ്ഞാൽ, തിരുത്തിയാൽ പിന്നെയും കോപ്പിക്കുക എന്നത് ഉണ്ടാവില്ലല്ലോ. കാരണം അസലിൽ ഉള്ളത് കാരുണ്യമാണ്. എന്നതുപോലെ അള്ളാഹു റഹീമാണ്. റഹീം ഫഈലുൻ വസ്നിൽ വരുന്നതിനൊക്കെ സ്ഥിരമായി ഉള്ളത് എന്നുണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ സ്ഥിരമായ നിലപാട് കാരുണ്യമാണ്. പാപികളോട് അവർ തിരുത്തുകയാണെങ്കിൽ ഗഫാറാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് ഗളബും അതുപോലെ ഉദ്വാനും ഹർബും ഒക്കെ ഉണ്ടാകും. അപ്പോ അസലിൽ അള്ളാഹു കാരുണ്യവാനുമാണല്ലോ.
വമൻ താപ വ അമില സാലിഹൻ, അവിടെ അമില അമലൻ സാലിഹൻ എന്ന് പറഞ്ഞിട്ടില്ല, അത് അവിടെ മറന്നു കിടക്കുകയാണ്. വമൻ താപ വ അമില സാലിഹൻ, ആര് മടങ്ങുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തുവോ ഫൈന്നഹു യതൂബു ഇലല്ലാഹി മത്താബ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധം മടങ്ങും. അഥവാ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് മടങ്ങൽ എങ്ങനെയാണ്? സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. മലക്കുകൾ വന്നിട്ട് സ്വീകരിച്ച് ആനയിച്ച് കൂട്ടിക്കൊണ്ടുപോകും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ, മനസ്സമാധാനം നേടിയ ആത്മാവെ, നീ നിന്റെ റബ്ബിലേക്ക് അങ്ങോട്ട് തൃപ്തിപ്പെട്ടതായിട്ടും അതുപോലെ തന്നെ മർളിയത്ത്, തൃപ്തി നേടിയെടുത്തതായിട്ടും മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി, എന്നിട്ട് എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചേർന്നുകൊള്ളുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് യഥാർത്ഥ മടക്കം. ഇബാദുർ റഹ്മാൻ അങ്ങനെയാണ് മടങ്ങുക. ആ കൂട്ടത്തിലാണ് അയാൾ അങ്ങനെ ചെയ്തയാൾ മടങ്ങുക. അതാണ് യഥാർത്ഥ മടക്കം. മറ്റതോ നിഷേധിയായിട്ടുള്ളത്, അത് സുമ്മ നൽതറുഹു ഇലാ അദാബിൽ ജഹീം, നരകത്തിലേക്ക് വലിച്ചിഴക്കും. മടങ്ങിപ്പോകുകയല്ല, വലിച്ചിഴക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും മുതുകിലും അടിച്ചുകൊണ്ടാണ്. അപ്പൊ വിധമുള്ള മടക്കം കിട്ടുക ഇങ്ങനെ പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തവനാണ് എന്നർത്ഥം. ഇവിടെ പറയുന്ന പശ്ചാത്താപത്തിൽ ആമന എന്നത് ഉണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ വിശ്വസിച്ചാൽ മാത്രമാണ് പശ്ചാത്താപമാക്കുക. ഈമാനില്ലാത്തവന്റെ തൗബയാകുകയില്ല എന്ന് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടുന്ന വിധം മടങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനുറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم من تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.